മാനസിക രോഗങ്ങളെക്കുറിച്ചും മാനസികമായുള്ള അസ്വാസ്ഥ്യങ്ങളെക്കുറിച്ചും പറയുമ്പോൾ നമുക്ക് വിട്ടുകൂടാൻ ബുദ്ധിമുട്ടുള്ള വളരെ സാധാരണയായി കാണുന്ന, അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളുണ്ടെങ്കിലും സാധാരണയായി കാണുന്ന ഒരു പ്രതിഭാസമുണ്ട്, അല്ലെങ്കിൽ ഒരു രോഗമുണ്ട്, ഒരവസ്ഥയുണ്ട്. മാനിക് ഡിപ്രസീവ് ഡിസോർഡർ എന്ന് പറയും. നമ്മൾ പലപ്പോഴും മാനിയ എന്ന് കേട്ടിട്ടുണ്ട്, ഡിപ്രഷൻ എന്നും കേട്ടിട്ടുണ്ട്. ദിസ് ഈസ് മാനിക് ഡിപ്രസീവ് ഡിസോർഡർ. എന്താ അതിൻ്റെ പ്രത്യേകത? മാനിക് ഡിപ്രസീവ് ഡിസോർഡർ. ഇതിലാദ്യം നമുക്ക് മാനിയ എന്താണെന്ന് നോക്കാം. മാനിയയുടെ കണ്ടീഷൻസ്. മാനിയയിൽ പ്രധാനമായിട്ടും 3 ടൈപ്പ് മാനിയയെ പറ്റിയിട്ട് നമ്മൾ പറയും. ഒന്ന് ഹൈപ്പോമാനിയ. ഹൈപ്പോമാനിയ വെച്ചാൽ ഒരു വ്യക്തി, ഹൈപ്പോമാനിയുള്ള ഒരു വ്യക്തി എപ്പോഴും ഹാപ്പി ആയിരിക്കും, എപ്പോഴും അവർക്ക് സന്തോഷം ഉണ്ടാവും. അതായത് അയാളുടെ മുന്നിൽ നടക്കുന്ന കാര്യങ്ങൾ, അത് എന്ത് തന്നെയാണെങ്കിലും, നല്ല കാര്യമാണെങ്കിലും മോശം കാര്യമാണെങ്കിലും, ഒരു ആക്സിഡൻറ്റ് കണ്ടാലും ഒരു മരണം കണ്ടാലും, ഹി അപ്പിയർ ടു ബി ജോയ്ഫുൾ. അദ്ദേഹത്തിന് സന്തോഷം മാത്രമേ അനുഭവപ്പെടുന്നുള്ളൂ. അതാണ് മാനിയ. ഇനി വേറൊന്നുണ്ട്, അക്യൂട്ട് മാനിയ. അക്യൂട്ട് മാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോമാനിയ അക്യൂട്ട് മാനിയയും ചെറിയൊരു വ്യത്യാസമുള്ളൂ. ഇൻ ഹൈപ്പോമാനിയ they appear to be happy, സന്തോഷം. ബട്ട് അക്യൂട്ട് മാനിയയിൽ വരുമ്പോൾ they appear to be joyful, അതായത് എക്സസീവ് ജോയ്, ആഹ്ലാദം, അത്യാഹ്ലാദം എന്ന് പറയാം. അവർ ചിലപ്പോൾ പാട്ട് പാടുകയും പൊട്ടിച്ചിരിക്കുകയൊക്കെ ചെയ്യും. ഇതാണ് അക്യൂട്ട് മാനിയ. ഇനിയും ഒന്നുണ്ട് ഹൈപ്പർ മാനിയ, അതിൻ്റെ സൂപ്പർലേറ്റീവ് ഫോം ഹൈപ്പർ മാനിയ. ഹൈപ്പർ മാനിയയിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ജോയ് തന്നെയാണ്, ഹാപ്പിനെസ് തന്നെയാണ്, പക്ഷേ അതിൻ്റെ വളരെ ഒരു സൂപ്പർലേറ്റീവ് ഫോമുല. ഹൈപ്പർ മാനിയുള്ള ആൾക്കാർ പാട്ട് പാടുകയും നൃത്തം ചെയ്യുകയും, നിർത്താതെ നൃത്തം ചെയ്യുകയും പൊട്ടിച്ചിരിക്കുകയും ആ നൃത്തത്തിൽ അവർക്ക് ഒരുപാട് സന്തോഷം കിട്ടുകയും ചെയ്യും. ഇതാണ് ഹൈപ്പർ മാനിയ. ഇതിൻ്റെ കണ്ടീഷൻസ് പറയുമ്പോൾ പലപ്പോഴും നമുക്ക്, അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ മനസ്സിലുള്ള ഒരു ചിത്രം, ഡിപ്രഷനിലെ നിരാശ വന്നാൽ അതൊരു മാനസിക രോഗമാണ്. എന്നാൽ എപ്പോഴും എപ്പോഴും എന്താവസ്ഥയിലും സന്തോഷമായിരിക്കുന്നത്, ഹാപ്പി ആയിരിക്കുന്നതിലെ എക്സസീവ് ജോയ്, അത്യാഹ്ലാദം, ഇല്ലെങ്കിൽ എപ്പോഴും പൊട്ടിച്ചിരിക്കുകയും ഡാൻസ് ചെയ്യുകയും പാട്ടുപാടുകയും ചെയ്യുന്നത് അതൊരു കുഴപ്പമില്ല, നോർമലാണെന്ന് പറഞ്ഞൊരു ധാരണ ഉണ്ട്. ബട്ട് ആക്ച്വലി അത് മാനിയാണ്. അത് ഹൈപ്പോമാനിയോ അതിൻ്റെ കുറച്ചുകൂടെ വരുന്ന അക്യൂട്ട് മാനിയോയിൽ സൂപ്പർലേറ്റീവ് ഫോമിലുള്ള ഹൈപ്പർ മാനിയോ ആയിട്ട് വരും. ഇനി വാട്ട് ഈസ് ഡിപ്രഷൻ? മാനിക് ഡിപ്രസീവ് ഡിസോർഡർ എന്ന ഫസ്റ്റ് ഈസ് മാനിക്. മാനിയയുടെ കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് ഈസ് ഡിപ്രഷൻ. ദെൻ വിൽ സീ വാട്ട് ഈസ് ഡിപ്രഷൻ. ഡിപ്രഷനും ഈ പറഞ്ഞതുപോലെ 3 സ്റ്റേജസ് ഉണ്ട്. ഒന്ന് സിമ്പിൾ റിട്ടാർഡേഷൻ. സാധാരണഗതിയിൽ നമ്മൾ കാണിക്കുന്ന ഒരു മെൻ്റൽ ഡിസ്റ്റർബൻസസ്, മാനസികമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ. ഈ മാനസികമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങളുടെ കൂടെ ഇങ്ങനെയുള്ള പേഷ്യൻസിന് ലോസ് ഓഫ് വിറ്റാലിറ്റി ആൻഡ് ലോസ് ഓഫ് ഫിഗർ, അവർക്ക് അവരുടെ ആരോഗ്യവും ഓജസ്സുമൊക്കെ നഷ്ടപ്പെടുന്നതായിട്ടുള്ള ഒരു തോന്നലുണ്ടാവും. ഇങ്ങനെയുള്ള സിമ്പിൾ റിട്ടാർഡേഷനുള്ള, ഡിപ്രഷനുള്ള പേഷ്യൻസ് അവരുടെ എപ്പോഴും സ്ഥിരമായി അവർ പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കും, എനിക്ക് ഭയങ്കര ക്ഷീണം, കൈ അനക്കാൻ വയ്യ, കാലനക്കാൻ വയ്യ, ക്ഷീണം, ഉഷാറില്ല, സ്മാർട്ടാവണില്ല, ഇങ്ങനെ എല്ലാത്തിനോടൊരു മടുപ്പ്, ഒറ്റയ്ക്കിരിക്കാനുള്ള താല്പര്യം, ഇതൊക്കെ ഈ സിമ്പിൾ റിട്ടാർഡേഷനിൽ വരുന്നതാണ്. ഇനി അതിൻ്റെ സെക്കൻഡ് സ്റ്റേജാണ് അക്യൂട്ട് മെലങ്കോളിയ. അക്യൂട്ട് മെലങ്കോളിയ എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞതിനേക്കാളും, സിമ്പിൾ റിട്ടാർഡേഷനേക്കാളും ഇത്രയും കൂടെ ഒരു ഉയർന്ന സ്റ്റേജാണ്. അതായത് അക്യൂട്ട് മെലങ്കോളിയയിൽ അതൊരു ഗ്രേറ്റർ ഡിപ്രഷൻ എന്ന് പറയാം. ആ ഡിപ്രഷൻ്റെ നിരാശയുടെ അളവ് ഒന്നുകൂടെ അധികമാണ്. അതാണ് അക്യൂട്ട് മെലങ്കോളിയ.
പിന്നെ അക്യൂട്ട് മെലങ്കോളിയയെ പറ്റി നമ്മൾ സംസാരിക്കുമ്പം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അക്യൂട്ട് മെലങ്കോളിയയിലാണ് സൂയിസൈഡ് ടെൻഡൻസി, ആത്മഹത്യാ പ്രവണത ഉണ്ടാവാറ്. സിമ്പിൾ റിട്ടാർഡേഷനുള്ള, അതായത് വളരെ നേരിയ ഡിപ്രഷനുള്ള പേഷ്യൻസിന് ഇല്ലെങ്കിൽ വ്യക്തികൾക്ക് ഒരിക്കൽ പോലും ഈ വളരെ അപൂർവമായിട്ട് സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടാവുള്ളൂ. ബട്ട് അക്യൂട്ട് മെലങ്കോളിയയിൽ ദേ ഓൾവേസ് പ്രോസസ് സൂയിസൈഡ് ടെൻഡൻസി. അവർക്ക് എപ്പോഴും ആത്മഹത്യാ പ്രവണത അവരുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇനിയൊന്ന് സപ്രസ് മെലങ്കോളിയ. അതായത് നേരത്തെ മാനിയയുടെ ഹൈപ്പർ മാനിയ എന്ന് പറഞ്ഞ സൂപ്പർലേറ്റീവ് ഫോം പോലെ ഡിപ്രഷൻ്റെ സൂപ്പർലേറ്റീവ് ഫോമാണത്. ഇവിടെ പ്രധാനമായിട്ടും ദ ഗ്രേറ്റർ ലെവൽ ഓഫ് ഡിസപ്പോയിൻമെൻറ്റ്, അത്യധികമായ നിരാശ, ഈ നിരാശയിൽ നിന്നും ഉത്ഭവിക്കുന്ന സൂയിസൈഡ് ടെൻഡൻസി, ആത്മഹത്യാ പ്രവണത. പക്ഷേ ഈ ഒരു സൂപ്പർലേറ്റീവ് ഫോമിലുള്ള പേഷ്യൻസ് വ്യക്തികൾ പലപ്പോഴും ഇവരെ ചികിത്സിക്കാൻ കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ സൂയിസൈഡ് ടെൻഡൻസി അത്രയും സ്ട്രോങ് ആണ്. പലപ്പോഴും അവർ ആത്മഹത്യ ചെയ്തേക്കും, അല്ലെങ്കിൽ അവരെപ്പോഴും തന്നെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചേക്കും. നമ്മുടെ നാട്ടിൽ, പെർട്ടിക്കുലർലി നമ്മുടെ കേരളത്തിലും മലബാർ സൈഡിലൊക്കെ ഈ മാനിക് ഡിപ്രസീവ് ഡിസോർഡർ വല്ലാതെ അധികമാണ്. മാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉന്മാദം എന്നൊക്കെ പറയാം. ഹിസ്റ്റീരിയാണ് ഉന്മാദം, എന്നാലും മാനിക്ക് ഉന്മാദം, സന്തോഷം എന്നൊക്കെ പറയാം. ഡിപ്രഷൻ എന്ന് നിരാശ, ഉന്മാദ നിരാശ രോഗം, മാനിക് ഡിപ്രസീവ് ഡിസോർഡർ. പിന്നെ ഈ മാനിക് ഡിപ്രസീവ് ഡിസോർഡർ ആക്ച്വലി സൈക്കോസിസ് എന്ന് പറഞ്ഞ വിഭാഗത്തിലാണ് വരുന്നത്. ദ ഫങ്ഷൻ സൈക്കോസിസ് എന്ന് പറഞ്ഞ വിഭാഗത്തിലാണ് മാനിക് ഡിപ്രസീവ് ഡിസോർഡർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ മാനിക് ഡിപ്രസീവ് ഡിസോർഡർ എന്ന് പറയുന്നത്? മാനിയ എന്ന് മാത്രം പറഞ്ഞാൽ പോരെ, ഡിപ്രഷൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരെ. നമ്മളെല്ലാ കാര്യത്തിലും അങ്ങനെയാണല്ലോ പറഞ്ഞത്. മാനിയ, ഫോബിയ, OCD, ആങ്സൈറ്റി ഡിസോർഡർ, സ്ട്രെസ്, ഇതിൽ മാത്രം മാനിക് ഡിപ്രസീവ് ഡിസോർഡർ എന്ന് പറയാൻ എന്താ കാരണം? കാരണം മാനിക് ഡിപ്രസീവ് ഡിസോർഡറുള്ള ഒരു വ്യക്തിയിൽ പെർമനൻ്റ് ആയിട്ടുള്ള, സ്ഥിരമായിട്ടുള്ള മാനിയയോ, അതായത് അകാരണമായ സന്തോഷമോ അത്യധികമായ സന്തോഷമോ, അല്ലെങ്കിൽ സ്ഥിരമായിട്ടുണ്ടാകുന്ന നിരാശ, ഡിപ്രഷനോ ഉണ്ടാവില്ല. മാനിക് ഡിപ്രസീവ് ഡിസോർഡറുള്ള പേഷ്യന് മാനിയയും ഡിപ്രഷനും ഒരുപോലെ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മളിതിനെ മാനിക് ഡിപ്രസീവ് ഡിസോർഡർ എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു രോഗത്തിന് ഞാൻ ഇത്ര പ്രാധാന്യം കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, മാനിയുള്ള പേഷ്യൻസ് ധാരാളം വരാറുണ്ട്, ഫോബിയ ഉള്ള പേഷ്യൻസും ധാരാളം വരും, OCD ഉള്ള പേഷ്യൻസ് വരും, സ്കിസോഫ്രീനിയ ഉള്ള പേഷ്യൻ്റ് വരും, ഡിപ്രഷൻ ഉള്ള പേഷ്യൻ്റ് വരും, ആങ്സൈറ്റി ന്യൂറോസിസ് ഉള്ള പേഷ്യൻ്റ് വരും, ബൈപ്പോളർ ഡിസോർഡർ വരും. ബൈപ്പോളർ ഡിസോർഡർ, മാനിക് ഡിപ്രസീവ് ഡിസോർഡറാണ് ബൈപ്പോളർ ഡിസോർഡർ. പക്ഷേ ഈ ബൈപ്പോളർ ഡിസോർഡറിൽ, മാനിക് ഡിപ്രസീവ് ഡിസോർഡറിലുള്ള പേഷ്യൻസ് വരുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, കൂടെ വരുന്ന ബന്ധുക്കളും രക്ഷിതാക്കളും ഇതിനെ വളരെ ലൈറ്റായിട്ട് എടുക്കാറ്. കാരണം അവരെ സംബന്ധിച്ചതിൽ വല്ലാത്തൊരു അബ്നോർമാലിറ്റി അവരിതിൽ കാണുന്നില്ല. കാരണം എന്താ വെച്ചാൽ, ഒരു വ്യക്തി അയാൾക്ക് ചിലപ്പോൾ സന്തോഷം വരും, ചിലപ്പോൾ സങ്കടം വരും, സ്വാഭാവികം എന്നാണ് അവർ ചിന്തിക്കുന്നത്. അതായത് രാവിലെ ഒരു ഉച്ച വരെ, ഒരു 10 മണി 11 മണി വരെ ആൾ നല്ല ചിരിച്ച് നല്ല മൂഡിലായിരിക്കും, പൊട്ടിപ്പിടിച്ചിരിക്കും, നല്ല ഹാപ്പി ആയിരിക്കും. ഉച്ചയ്ക്ക് ശേഷം പെട്ടെന്ന് ഡള്ളാവും. അതിനിപ്പോൾ എന്താ കുഴപ്പം? നമ്മളും അങ്ങനെ ആവാറില്ലേ? എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം വന്നാൽ നമ്മൾ ഡള്ളാവാറില്ലേ? അങ്ങനെ ചിന്തിക്കും. പക്ഷേ ഇത് പലപ്പോഴും ഇതൊരു ഡോക്ടറെ അടുത്തേക്ക്, സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് എത്തണത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഇത് വളരെ ക്രോണിക്കായിട്ട് പോകുമ്പോഴാണ്. ചിലപ്പം വർഷങ്ങളോളം അതങ്ങ് തുടർന്ന് ഇതിൻ്റെ ഒരു അക്യൂട്ട് സ്റ്റേജിലേക്ക്, അല്ലെങ്കിൽ ഒരു സൂപ്പർലേറ്റീവ് സ്റ്റേജിലേക്ക് പോകുമ്പോഴാണ് പലപ്പോഴും വിദഗ്ധ മാർഗനിർദ്ദേശങ്ങൾക്ക് വേണ്ടി സൈക്കാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളെയൊക്കെ ഇവർ കാണിക്കാൻ തയ്യാറാവാറ്. ഈ മാനിക് ഡിപ്രസീവ് ഡിസോർഡർ പല തരത്തിലുള്ള പല ടൈപ്പുകളുണ്ട്. ഇതിൽ ഫസ്റ്റ് കൈൻഡ് മാനിക് ഡിപ്രസീവ് ഡിസോർഡർ, അതായത് ആദ്യത്തെ ടൈപ്പിലുള്ള മാനിക് ഡിപ്രസീവ് ഡിസോർഡറിന് നമ്മൾ റിക്കറൻറ്റ് മാനിയ എന്നാണ് പറയാം. റിക്കറൻ എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം എന്താ?
നമ്മൾ സാധാരണ പറയും കടലിലെ വേവ്സ്, കടൽത്തിലുള്ള റിക്കറൻറ്റാണ്, വന്നുകൊണ്ടേയിരിക്കും, വന്ന് പോയിക്കൊണ്ടേയിരിക്കും, റിക്കറൻറ്റ്, കമ്മിങ്. സോ ഈ റിക്കറൻറ്റ് മാനിയയെ പറ്റി നമ്മൾ പറയുമ്പോൾ അതാ പറയുക, ഇറ്റ്സ് എ റിക്കറൻറ്റ് ബേസ് ഓഫ് മാനിയ, അതായത് റിക്കറൻറ്റ് ബേസ് ഓഫ് ജോയ്. സന്തോഷത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ തിരകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും. കടലിലെ തിരകൾ ഇങ്ങനെ വരും തിരിച്ചു പോകും. അങ്ങനെ ഈ സന്തോഷ മാനിയ വന്നും പോയിക്കൊണ്ടേയിരിക്കും. ദിസ് ഈസ് വാട്ട് ഈസ് റിക്കറൻറ്റ് മാനിയ. ഈ റിക്കറൻറ്റ് മാനിയയിൽ പക്ഷേ ഡിപ്രഷൻ്റെ അംശം വളരെ കുറവാണ്, ഇല്ലെങ്കിൽ ഇല്ലയെന്നും വേണേൽ പറയാം. കാരണം ഈ റിക്കറൻറ്റ് മാനിയയിൽ എങ്ങനെയാ വെച്ചാൽ സന്തോഷവും ശാന്തതയും മാറി വരും. സന്തോഷം വെച്ചിട്ട് പൊട്ടിച്ചിരിക്കുന്ന സന്തോഷം, വളരെ സന്തോഷം, ചിരിക്കണമെന്നില്ല, വളരെ ഹാപ്പി ആയിരിക്കും, സന്തോഷമായിരിക്കും, എല്ലാ കാര്യങ്ങളെയും വളരെ സന്തോഷത്തോടു കൂടെ കാണുന്ന ഒരു സ്റ്റേജ് മാനിയ. പിന്നെ അടുത്ത സ്റ്റേജ് ഇസ് എ സ്റ്റേജ് ഓഫ് കാംനെസ്, പീസ്നെസ്, ശാന്തത. ഒരു മഴ പെയ്ത് തോർന്നതുപോലുള്ള ശാന്തമായിട്ടൊരു ഭാഗത്ത്, ഒന്നിനോട് റിയാക്ട് ചെയ്യാതെ, ഒന്നിനോട് റെസ്പോണ്ട് ചെയ്യാതുള്ളൊരവസ്ഥ. ഈ ശാന്തതയും ആഹ്ലാദവും മാറി വരുന്നതാണ് റിക്കറൻറ്റ് മാനിയ എന്ന് പറഞ്ഞ മാനിക് ഡിപ്രസീവ് ഡിസോർഡറിൻ്റെ ആദ്യത്തെ ടൈപ്പ്. ഈ മാനിക് ഡിപ്രസീവ് ഡിസോർഡറിൻ്റെ രണ്ടാമത്തെ ടൈപ്പ്, അതായത് റിക്കറൻറ്റ് മെലങ്കോളിയ. എന്താ അത്? റിക്കറൻറ്റ് മാനിയ മീൻസ് സന്തോഷം അത് വന്നും പോയിക്കൊണ്ടേയിരിക്കും. സന്തോഷം, ശാന്തത, സന്തോഷം. റിക്കറൻറ്റ് മെലങ്കോളിയയിൽ എന്താ സംഭവിക്കണേ? മെലങ്കോളിയ എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ, നിരാശ. ഇതിലെന്താ സംഭവിക്കണേ? റിക്കറൻറ്റ് മാനിയയിൽ അതുപോലെ തന്നെ പെട്ടെന്ന് സങ്കടം വരും, പെട്ടെന്ന് നിരാശ വരും, അതിനുശേഷം പീസ്ഫുൾ സ്റ്റേജ്, ശാന്തമായ അവസ്ഥയിലേക്ക് പോകും. ശാന്തമാവും, പിന്നീട് പെട്ടെന്ന് ഡിപ്രസ്ഡ് ആവും, വീണ്ടും ശാന്തമാവും, വീണ്ടും ഡിപ്രസ്ഡ് ആവും. ഇത് ഓൾട്ടർനേറ്റ് ആയിട്ട്, വളരെ റാൻഡം ആയിട്ട്, കോൺസ്റ്റൻ്റ് ആയിട്ട് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതാണ് സെക്കൻഡ് സ്റ്റേജ്, റിക്കറൻറ്റ് മെലങ്കോളിയ. ഇനിയൊന്ന് ഓൾട്ടർനേറ്റീവ് മാനിക് ഡിപ്രഷൻ. വാട്ട്സ് ദാറ്റ്? ഓൾട്ടർനേറ്റീവ് മാനിക് ഡിപ്രഷൻ. ഇതിൽ സംഭവിക്കുന്നത്, ഇപ്പോൾ ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ആദ്യം മാനിയ വരും. അതായത് വളരെ സന്തോഷവാനായിരിക്കും, എല്ലാത്തിനും സന്തോഷത്തോടു കൂടിയിട്ട്, ആനന്ദത്തോടു കൂടി, ആഹ്ലാദത്തോടു കൂടി കാണും. ചിലപ്പം പൊട്ടിച്ചിരിക്കും, പാട്ട് പാടും, സന്തോഷിക്കും, നൃത്തം ചെയ്യും. ഇതൊക്കെ ചെയ്യുന്ന മാനിയയിലെത്തിയിട്ട് ദെൻ ഗോസ് ബാക്ക് ടു ദ നോർമൽ പൊസിഷൻ. ആദ്യം മാനിയ, ആഹ്ലാദത്തിൽ നിന്നും മെല്ലെ സാധാരണ അവസ്ഥയിലേക്ക് അങ്ങ് വരും. പീസ് സ്റ്റേജ്. അപ്പോൾ നിങ്ങൾ നോക്കിയതല്ല റിക്കറൻറ്റ് മാനിയ എന്ന്. യെസ്, ഇറ്റ്സ് റിക്കറൻറ്റ് മാനിയ. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. അതായത് അത്യാഹ്ലാദത്തിൽ നിന്നും ശാന്തമായ അവസ്ഥയിലേക്ക് പോകുന്നു. ശാന്തതയിൽ നിന്ന് പിന്നെ പോകുന്നത് അഗെയിൻ ഗോയിങ് ടു ദ ഡീപ്പ് മെലങ്കോളിക്കൽ സ്റ്റേജ്. അതായത് ആദ്യം മാനിയയുടെ ആഹ്ലാദത്തിൻ്റെ ഉയരങ്ങളിൽ നിന്നും ശാന്തമായ അവസ്ഥയിലേക്ക്, അവിടെ നിന്നും വീണ്ടും നിരാശയുടെ ആഴങ്ങളിലേക്കാണ് പോകുന്നത്. മാനിയ, കാംനെസ്, ഡിപ്രഷൻ, എഗെയിൻ കാംനെസ്, എഗെയിൻ മാനിയ. അതായത് സന്തോഷം, ശാന്തത, നിരാശ, വീണ്ടും ശാന്തത, വീണ്ടും സന്തോഷം, ഇങ്ങനെ പോകും. വേറൊന്നുണ്ട്, മാനിക് ഡിപ്രഷൻ ഇൻ ഡബിൾ ഫോം. വാട്ട്സ് ദാറ്റ്? ഒരു വ്യക്തിയിൽ തന്നെ ഒരേ സമയത്ത് സ്പോണ്ടേനിയസ് റാൻഡം ചേഞ്ചസ് ആയിട്ട് മാനിയയും ഡിപ്രഷനും വരും. നമ്മൾ പലപ്പോഴും സിനിമകളിൽ നമ്മുടെ ഹാസ്യ നടന്മാർക്ക് അത് കാണിക്കാറുണ്ട്, പലപ്പോഴും നല്ല ഭാവ നടന്മാരും കാണിക്കും. മാനിയയും ഡിപ്രഷനും, അത്യാഹ്ലാദവും മുഴുവനായ നിരാശയും, ഇതൊരേ ടൈം വരിക. എങ്ങനെ ഉണ്ടാവും? രോഗി പൊട്ടിച്ചിരിക്കും, അതേസമയം പൊട്ടി കരയും. ഉച്ചത്തിൽ ചിരിക്കുക, ഉച്ചത്തിൽ കരയുക. നിയന്ത്രണാതീതമായ സന്തോഷം, നിയന്ത്രണാതീതമായ ദുഃഖം, സങ്കടം, ഇത് രണ്ടും ഇങ്ങനെ മാറി വല്ലാത്തൊരവസ്ഥയാണ്.
നമുക്ക് പേഷ്യൻ്റ് സന്തോഷവും ഇല്ല ആഹ്ലാദവും നിരാശയും ദുഃഖവും ഇങ്ങനെ മാറി മാറി ഒരേ വ്യക്തിയിൽ തന്നെ വരുമ്പോൾ ഒരുപാട് എക്സോസ്റ്റഡ് ആവും ഈ സമയത്ത് പേഷ്യൻ്റ്. ഇതാണ് മാനിക് ഡിപ്രഷന് ഡബിൾ ഫോം എന്ന് പറയുന്നത്. ഇനിയൊന്ന് സർക്കുലാർ മാനിക് ഡിപ്രഷൻ. എന്താ അത്? സർക്കുലാർ എന്ന് പറഞ്ഞാൽ വൃത്താകാരത്തിലുള്ള ചംക്രമണം, ചാക്രികം എന്നൊക്കെ പറയാം. സർക്കുലാർ, ചാക്രികം. എന്താണ് ഈ സർക്കുലാർ മാനിക് ഡിപ്രസീവ് ഡിസോർഡർ? അതായത് ആദ്യം മാനിയ, ആഹ്ലാദം, മാനിയ, then it goes to depression, നിരാശ. നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞു ഓൾട്ടർനേറ്റില് മാനിയ, ശാന്തമായ അവസ്ഥ, കാംനസ്, ദെൻ ഡിപ്രഷൻ, അഗെയിൻ കാംനസ്, ദെൻ മാനിയ. മാനിയ, ശാന്തത, നിരാശ, ശാന്തത, മാനിയ. പക്ഷേ ഈ സർക്കുലറിൽ അങ്ങനെയല്ല. ആദ്യം മാനിയ, സ്ട്രെയിറ്റ് ഡിറക്ട്ലി ഗോയിങ് ടു ദ ഡിപ്രഷൻ. നേരിട്ട് നിരാശയിലേക്ക്, ആഹ്ലാദത്തിൻ്റെ അളവ് കുറഞ്ഞ് 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 വന്ന് ഡിപ്രഷനിലേക്ക് പോകും. ഈ ഡിപ്രഷൻ വീണ്ടും ഡിപ്രഷൻ കുറഞ്ഞ് 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 വന്ന അത്യാഹ്ലാദത്തിലേക്ക് വീണ്ടും പോകും. അതായത് ഇറ്റ്സ് ലൈക്കിങ് എ സർക്കിൾ, ഒരു വൃത്തം പോലെ. മാനിയയിൽ തുടങ്ങി ഡിപ്രഷനിലൂടെ വീണ്ടും മാനിയയിലെത്തി, മാനിയയുടെയും ഡിപ്രഷൻ്റെ ഇടയിൽ ഒരു ചക്രം പോലെ, ഒരു വീല് പോലെ ഈ മൂഡ് അത് കറങ്ങിക്കൊണ്ടിരിക്കും. മാനിക് ഡിപ്രസീവ് ഡിസോർഡറിൻ്റെ സർക്കുലർ മോഷൻ, സർക്കുലർ മാനിക് ഡിപ്രസീവ് ഡിസോർഡർ എന്ന് പറയുന്ന സ്റ്റേറ്റാണത്. ഇതാണ് കൈൻഡ്സ് ഓഫ് മാനിക് ഡിപ്രസീവ് ഡിസോർഡേഴ്സിൻ്റെ ടൈപ്പ്. ഇനി എങ്ങനെയാണ് ഈ മാനിക് ഡിപ്രസീവ് ഡിസോർഡർ നമ്മൾ കണ്ടുപിടിക്കുക? ഹൗ ടു ഡയഗ്നോസിസ്, വാട്ട് ആർ ദ സിംറ്റംസ് ഫോർ ദിസ്? ഈ ബൈപ്പോളർ ഡിസോർഡറിന്, ഇപ്പോൾ മാനിക് ഡിപ്രസീവ് ഡിസോർഡർ നമ്മൾ നോർമലി യൂസ് ചെയ്യില്ല, വി യൂസ് ബൈപ്പോളർ ഡിസോർഡർ. ശരി, ഈ മാനിക് ഡിപ്രസീവ് ഡിസോർഡറിൻ്റെ സിംറ്റംസ്, അതിൻ്റെ അടയാളങ്ങൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവേണ്ട ഏതാണ് മാനിക് ഡിപ്രസീവ് ഡിസോർഡറിന്. അതെങ്ങനെയൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ്? പ്രധാനമായിട്ടും ഇതിൻ്റെ സിംറ്റം വീക്ക്നെസ് ഓഫ് പെർസെപ്ഷൻ. പെർസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കാണുന്ന രീതി, അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കൽ. വീക്ക്നെസ് ഓഫ് പെർസെപ്ഷൻ, അതായത് എന്തെങ്കിലും ഒന്നിൽ മനസ്സിലാക്കുന്നതിലുള്ള വീക്ക്നെസ്, ദൗർബല്യം. അതായത് ഒരു കാര്യം കണ്ടാൽ അതെന്താണെന്ന് മനസ്സിലാവില്ല, അതിനെ അനലൈസ് ചെയ്യാൻ പറ്റില്ല, അതിനെ എന്തെങ്കിലും ഒന്നായിട്ട് പെർസീവ് ചെയ്യാൻ പറ്റില്ല. ഇതിൽ വരുന്ന ദൗർബല്യമാണ് മാനിക് ഡിപ്രസീവ് ഡിസോർഡറിലെ ഒന്നാമത്തെ സിംറ്റം. ഇനി രണ്ടാമത്തത് സിംറ്റം ഇൻഡെഫിനിറ്റ് ആൻഡ് വാഗ് കോൺഷ്യസ്നസ്. ഇൻഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ അനിശ്ചിതമായിട്ടുള്ള, ഡെഫിനിറ്റ് മീൻസ് നിശ്ചയം, ഇൻഡെഫിനിറ്റ് അനിശ്ചിതം, അനിശ്ചിതമായതും അവ്യക്തവുമായ ബോധം, അല്ലെ ബോധനില. വേഗ് മീൻസ് അവ്യക്തം. എന്താ അതല്ല? ഇവർ പലപ്പോഴും നമ്മൾ പറയില്ലേ, അയാൾ സ്വബോധത്തിലല്ല സംസാരിക്കുന്നതെന്ന് പറയില്ലേ? സ്വബോധം നശിച്ചത്, അതായത് സ്വബോധം വേഗാണ്, ക്ലിയർ അല്ല. അതൊന്ന്. അതിൻ്റെ കൂടെ അത് ഇൻഡെഫിനിറ്റ്, അത് നിശ്ചയിച്ചതല്ല. അതായത് കൃത്യമായ ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ബോധമല്ല, മറിച്ച് അത് അനിശ്ചിതമായിട്ടുള്ള, അൺസർട്ടൺ ആയിട്ടുള്ള, അനിശ്ചിതമായിട്ടുള്ള ബോധം. കൂടെ അതിൻ്റെ വേറെ പ്രത്യേകത ഡള്ളായിരിക്കും, വേഗമായിരിക്കും, തീരെ വ്യക്തമായിരിക്കില്ല, അവ്യക്തമായിരിക്കും. നമ്മളയാളോട് സംസാരിച്ചു കഴിഞ്ഞാൽ ആൾ പറയുന്നതൊക്കെ അവ്യക്തമായിരിക്കും. അതിനുള്ള മനസ്സ് അവ്യക്തമാണ്. മനസ്സിന് നിശ്ചയദാർഢ്യമോ ഉറപ്പോ ഇല്ല. അപ്പം പറയുന്നതൊക്കെ അവ്യക്തം, എന്ത് വേണമെങ്കിലും പറയാം. തേർഡ് സിംറ്റം ഡെല്യൂഷൻ. ഡെല്യൂഷൻ എന്ന് പറഞ്ഞ വാക്ക് ഞാൻ കൂടുതൽ ആഴത്തിലേക്ക് പോകുന്നില്ല, കാരണം ഇതിന് മുൻപുള്ള എപ്പിസോഡുകളിൽ നമ്മൾ സംസാരിച്ചാണ്. ഡെല്യൂഷൻ മീൻസ് രണ്ട് വാക്കുകളുണ്ട് അവിടെ. ഒന്ന് ഹാലുസിനേഷൻ, ഒന്ന് ഡെല്യൂഷൻ. ഡെല്യൂഷൻ എന്ന് പറഞ്ഞാൽ മതിഭ്രമം, ഹാലുസിനേഷൻ എന്ന് പറഞ്ഞാൽ മായക്കാഴ്ച. ഉദാഹരണത്തിന്, നിങ്ങളോട് നിങ്ങളുടെ മുന്നിൽ ഒരു കയറെടുത്തിട്ട് ഞാൻ പറയാം ഇത് കയറല്ല, ഇത് പാമ്പാണ്. കയറ് കണ്ടിട്ട് നിങ്ങൾക്ക് പാമ്പാണെന്ന് തോന്നിയാൽ അത് ഡെല്യൂഷൻ. വെറുതെ ഒന്നുമില്ലാത്ത സ്ഥലത്ത് നോക്കുമ്പം പാമ്പുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഹാലുസിനേഷൻ. അപ്പോൾ ഇവിടെ ഈ മാനിക് ഡിപ്രസീവ് ഡിസോർഡറിൻ്റെ സിംറ്റമായിട്ട് വരുന്ന ഡെല്യൂഷൻ, അതായത് ഒന്നിനെ മറ്റൊന്നായി തെറ്റിദ്ധരിക്കുക, സ്വാഭാവികം.
ഒരാൾ മരിച്ചു കിടക്കുമ്പം അത് ദുഃഖകരമായിട്ടുള്ള അവസ്ഥ ഏറ്റവും സന്തോഷകരമായിട്ട് എടുക്കും. അതുപോലെ അതൊരു ഉദാഹരണം പറഞ്ഞാണ് ഡെല്യൂഷൻ, അതായത് മതിഭ്രമം. ഈ മാനിക് ഡിപ്രസീവ് ഡിസോർഡറുള്ള പേഷ്യൻസിന്, വ്യക്തികൾക്ക് ഈ മതിഭ്രമം ഉണ്ടാവും. ഇനി 4ാമത്തെ സിംറ്റം ഹാലുസിനേഷൻ ആൻഡ് മിറേജസ്. ഹാലുസിനേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ പറഞ്ഞു, അതായത് മായക്കാഴ്ച, ഇല്ലാത്തതുണ്ടെന്ന് തോന്നാം. ചിലപ്പോൾ മാനിക് ഡിപ്രസീവ് ഡിസോർഡറുള്ള പേഷ്യൻസ് പറയും, ഹായ് ഞാൻ ദൈവത്തെ കണ്ടു, കൃഷ്ണനെ കണ്ടു, അയ്യപ്പനെ കണ്ടു, ക്രിസ്തുവിനെ കണ്ടു, അള്ളാനെ കണ്ടു പറയും. ചിലപ്പം പറയും യക്ഷിയെ കണ്ടു, ഭൂതത്തെ കണ്ടു, പ്രേതത്തെ കണ്ടു, പിശാചിനെ കണ്ടു. ചിലപ്പം പറയും മരിച്ചുപോയ ആൾക്കാരെ കാണുന്നു. ചിലപ്പം പറയും എൻ്റെ ഗൾഫിൽ കിടക്കുന്ന സുഹൃത്തിനതാ ഇപ്പം ഞാൻ കണ്ടു. ഇങ്ങനെയൊക്കെ, അതായത് അവർ ഹാലുസിനേറ്റ് ഇല്ലാത്തത് കണ്ടെന്ന് അവർക്ക് അങ്ങ് തോന്നും. അത് വ്യക്തികളെക്കുറിച്ച് മാത്രമല്ല, അങ്ങനെ എന്ത് വേണേൽ അവർക്ക് ഹാലുസിനേറ്റ് ചെയ്യാം. ഇതൊന്നും ഈ ഹാലുസിനേഷൻ. പിന്നെ മിറേജസ്. മിറേജ് എന്ന് പറഞ്ഞതിൻ്റെ, ഞാൻ ശരിയാണെങ്കിൽ, ഇഫ് ഐ എം നോട്ട് മിസ്റ്റേക്കൺ, ശരിയായ വാക്ക് മരുപ്പച്ച എന്നാണെന്ന് തോന്നുന്നു. മിറേജ്. മരുഭൂമിയിൽ നമ്മൾ നടക്കുമ്പോഴാണ് മരുപ്പച്ച എന്ന് പറഞ്ഞ പ്രതിഭാസത്തെക്കുറിച്ച് പഠിക്കും. അതായത് വെള്ളം ഉണ്ടെന്ന് തോന്നുക. ഇത് മരുഭൂമിയിലൊന്നും വേണ്ട, നിങ്ങൾ ഹൈവേയിൽ നല്ല വെയിലത്ത് കാറ് ഡ്രൈവ് ചെയ്യുമ്പോൾ റോഡിൽ നോക്കുക, റോഡിൽ നിറച്ച് വെള്ളം നിൽക്കുന്ന പോലെ തോന്നും. ഈ അവസ്ഥയാണ് അത്. ഇതും ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുന്നതും മാനിക് ഡിപ്രസീവ് ഡിസോർഡറിൻ്റെ ഒരു സിംറ്റമാണ്. ഇനി മാനിക് ഡിപ്രസീവ് ഇതിൻ്റെ അവസാനത്തെ സിംറ്റം, അതായത് എക്സ്ട്രീം ഇമോഷണൽ റിയാക്ഷൻസ്. നമ്മളൊക്കെ ഇമോഷണലി റിയാക്ട് ചെയ്യുന്നുണ്ട്. ഒരാൾ ചീത്ത പറഞ്ഞാൽ കരയും, ഒരാൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിരിക്കും, ഒരാൾ ഷേക്കൻ എന്ന് വിൽ ഗെറ്റ് ഹാപ്പി, ഒരാൾ നിങ്ങൾ നന്നായിരിക്കണമെന്ന് പറഞ്ഞിട്ട് തട്ടുമ്പോൾ സന്തോഷമൊക്കെ ആവും. ബട്ട് ഇത് എക്സ്ട്രീം ഇമോഷണൽ റിയാക്ഷൻ. ചെറിയൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ, ഒരു സന്തോഷിക്കാൻ ചെറിയൊരു കുഞ്ഞു കാര്യം കിട്ടിയാൽ പൊട്ടിച്ചിരിക്കും, അമിത ആഹ്ലാദമുണ്ടാകും ആൾക്ക്. അതുപോലെ ഒരു കുഞ്ഞ് കാര്യം കിട്ടിയ എക്സ്ട്രീം ഡിപ്രഷൻ ഉണ്ടാകും. പലപ്പോഴും ഈ ഡിപ്രഷൻ്റെ, മാനിക് ഡിപ്രസീവ് ഡിസോർഡറിൻ്റെ ട്രേറ്റുള്ള കുട്ടികൾ ഈ പരീക്ഷകളിലൊക്കെ, നമ്മൾ SLC പരീക്ഷയൊക്കെ +2 പരീക്ഷ കഴിഞ്ഞ് കാണാറുണ്ട്. കേരളത്തിൽ ഇത്ര ജില്ലകളിൽ ഇത്ര ആൾ ആത്മഹത്യ ചെയ്തു, അവിടെ ആത്മഹത്യ ചെയ്തു, SLC പരീക്ഷ തോറ്റാൽ ആത്മഹത്യ. ഈ ഡിപ്രഷൻ ട്രേറ്റുള്ള കുട്ടികൾ ചെറിയൊരു കാര്യത്തിന് അത് വളരെ ഡിപ്രസ്ഡ് ആവുകയും ദേ മേ ഗോ ഫോർ സൂയിസൈഡ്. ഇതാണ് എക്സ്ട്രീം ഇമോഷണൽ റെസ്പോൺസസ്. ഇതാണ്, ഈ 5 എണ്ണമാണ് മാനിക് ഡിപ്രസീവ് ഡിസോർഡേഴ്സിൻ്റെ പ്രധാനപ്പെട്ട സിംറ്റംസ്.